ഈ അറസ്റ്റ് ഭയന്ന് നെതന്യാഹു യൂറോപ്പിന്റെ സഞ്ചാരപാത ഒഴിവാക്കി വിമാനത്തിന്റെ റൂട്ട് തിരിച്ച് യാത്ര ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ഭയപ്പെടുന്ന ഒരാളാണോ നെതന്യാഹു? വാസ്തവം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടുകൾ മാത്രമേ കണ്ടുള്ളൂ. എനിക്കറിയില്ല അതിന് വാസ്തവമുണ്ടോ. രണ്ടാമത്തെ ചോദ്യം, ഭയപ്പെടുന്ന ആളാണ് അതിനെ ഭയപ്പെടുകയൊക്കെ ചെയ്യും. ഭയപ്പെടാത്ത ആളൊന്നല്ല. അങ്ങനെ ഭയം എന്നുള്ള വികാരം കട്ട് ചെയ്തിട്ടുള്ള ജെമിനി സിനിമയിലെ വിൻസ്മിത്തിൻ്റെ മോനെ പോലുള്ള ആളൊന്നല്ല. നെതന്യാഹു അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. യുദ്ധക്കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതൊക്കെ അമേരിക്ക കൂടെ വെക്കുന്നതൊന്നും സംഭവിക്കില്ല. അമേരിക്ക എന്ന് ശത്രുവാകുന്നോ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. ഇനി അയാൾ ഈ ഗാസയിലെ ഈ പറഞ്ഞിട്ടുള്ള സമരമല്ലല്ലേ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ ജയിലിലാവും, ഇസ്രായേൽ ജയിലിലാവും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കാര്യമായിട്ടുണ്ട്. തട്ടിപ്പ്, വെട്ടിപ്പ്, അതൊക്കെ ഉണ്ട്. അതിനുവേണ്ടി മൂപ്പരുണ്ടാക്കിയ യുദ്ധമാണല്ലോ ഇപ്പം നടക്കുന്ന യുദ്ധം. മറ്റന്മാരുടെ കഥ അടിക്കാൻ പോകുന്നത് മണ്ടന്മാർ കഥ അടിച്ച് അങ്ങേര് യുദ്ധം അവസാനിപ്പിക്കുന്നേ ഇല്ല. യുദ്ധം അവസാനിപ്പിച്ച് അങ്ങനെ ജയിലിൽ കിടക്കും അവിടുത്തെ. പക്ഷേ ഇൻ്റർനാഷണൽ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏഷ്യൻ രാജ്യങ്ങൾ ചെയ്യാൻ സാധ്യത, അറബ് രാജ്യങ്ങൾ പോലും ബുദ്ധിമുട്ടാണ്. അല്ല, പക്ഷെ പല രാജ്യങ്ങളും ഇപ്പോൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കും. അത് മുമ്പും പലരും അംഗീകരിച്ചു. യുനെസ്കോയിലൊക്കെ പണ്ടേ ഈ മുമ്മാരൊക്കെ ഇറാനല്ല ഫ്രാൻസൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ അംഗീകരിക്കും. ഒരു അപ്പകഷ്ണം വിട്ടുകൊടുക്കും. ലോകത്ത് ഇങ്ങനെ ഇതിൽ അടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ കാണാൻ രസം. ഐക്യരാഷ്ട്രസഭയിൽ 143 രാജ്യങ്ങളാണ് ഈ രാഷ്ട്രപദവി നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ ലോകത്ത് ഇപ്പോഴും കയ്യൂക്കുള്ളവനാണ് കാര്യക്കാർ. ഇപ്പം കാര്യക്കാരൻ അമേരിക്കയാണ്. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെ, ഒരു നേതാവിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറാവില്ല. അല്ലെങ്കിൽ പുട്ടിൻ്റെ റഷ്യയിലെത്താൻ പോയി ലാൻഡ് ചെയ്യണം. ചൈനയെ പോലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചൈനയിലൊക്കെ മൊസാദിൻ്റെ ഇസ്രായേൽ ലോബി വളരെ ശക്തമാണ്. അവരുള്ളുന്ന് പിടിക്കും. എവിടെയൊക്കെ കൊളോണിയലിസം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ഈ ഇസ്രായേൽ ലോബി ശക്തമാണ്. പിന്നെ റഷ്യയിൽ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ കുറേ ബഹുമാനം പർജ് ചെയ്തിട്ടുണ്ട്. അമേരിക്ക പിന്നെ ഇവരുടെ രാജ്യമാണ്. ബാക്കി എനിക്ക് തോന്നുന്നില്ല എവിടെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അല്ല, കുറച്ച് നാൾക്ക് മുൻപ് അതിനേക്കാൾ ഇരട്ടിയല്ലേ ഈ ഇസ്രായേലിനെതിരായുള്ള ഒരു വികാരമുണ്ടല്ലോ എവിടെ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ട്. അത് വെറുതെ പരസ്യമായി പറയുന്നില്ല. ഉള്ളിൽ കൂടെ അവന്മാർ ഹാൻഡിങ് ഗ്ലൗ അല്ലേ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ ഇസ്രായേൽ വിരുദ്ധ പ്രഖ്യാപനം നടത്തുമ്പോൾ മക്രോൺ എന്തിനാ ഈ ജൂത നേതാക്കന്മാരെ പോയി കണ്ടത്? ഞാനിങ്ങനെയൊക്കെ പറയും, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതല്ല ഈ നിങ്ങൾ ഈ വെഞ്ചപ്പൻ അവൻ ഇപ്പോഴല്ലേ കാണുന്നത്. ഞാൻ അയാളെ കോളേജ് ടൈപ്പ് അയാളെ വീഡിയോസും കാര്യങ്ങളും എടുത്തു. ഈ അങ്ങനെ സൈക്കോപ്പാത്താണ്. അങ്ങനെ അന്നല്ല പ്രായം കൂടുമ്പോൾ ആളുകളുടെ സ്വഭാവം മാറ്റം വരും. അപ്പം ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല കാഞ്ഞ ബുദ്ധിയുമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേലായിരിക്കും. യുദ്ധക്കുറ്റങ്ങളുടെ വിലയല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വിലയായിരിക്കും. അപ്പോൾ ഈ ഇടക്കാലത്തൊന്നും ആ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അത് ആ സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ ബേസിക് സംഭവം കിടക്കുന്നത് വെച്ചാൽ ഗാസയിലെ കടലിൽ വലിയ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അത് കൈക്കലാക്കാനുള്ള അമേരിക്കൻ ഇസ്രായേലി പദ്ധതിയാണ്. ഈ മണ്ടന്മാർ അതിന് ഒരു കൂട്ടുന്നുണ്ട്. പാവങ്ങളെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ കുരുതി കൊടുക്കുകയാണ് ഈ ഹമാസ്. ഇവർക്ക് വേണ്ടിയുള്ള ഗെയിം കളിച്ചതാണ്. ഇവന്മാരെ നേതാക്കന്മാരെ അവന്മാരൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചു. അപ്പം നെതന്യാഹുവിന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അയാളെ ഇടക്കളി കളിച്ച് അവന്മാരെ മൊത്തം വെട്ടിക്കളഞ്ഞു. അപ്പം യുദ്ധം ഇവരുടെ ലക്ഷ്യം സ്ഥാപിക്കുന്ന എന്താണ് അങ്ങനെ ഒരു വിശ്വാസം ഹമാസിന്? എന്തിന്? തങ്ങളുടെ നേതാക്കളെ ഇസ്രായേൽ ഉപദ്രവിക്കില്ല. ഇല്ല, ഇവരുണ്ടെങ്കിലല്ലേ ഇസ്രായേലിന് അടുത്ത് പണി കൊടുക്കാൻ പറ്റും. ഈ മംഗലശ്ശേരി ഈലകണ്ഠൻ ജീവിച്ചിരുന്ന തന്നെ എന്തുകൊണ്ടാ? മുണ്ടക്കൽ ശേഖരൻ ഉള്ളതുകൊണ്ടാണ്. മുണ്ടക്കൽ ശേഖരൻ ചത്ത അടുത്ത ദിവസം മംഗലശ്ശേരി നീലകണ്ഠൻ ചത്ത അടുത്ത ദിവസം തന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഊർജവും പോയി. വില്ലൻ വേണം. വില്ലൻ വേണമല്ലോ. എങ്കിലല്ലേ അവിടുത്തെ ഇസ്രായേലികൾ എന്ന് വെച്ചാൽ മണ്ടന്മാരല്ല. ഇസ്രായേലികൾ കാഞ്ഞ ബുദ്ധിയുള്ളവന്മാരാണ്. അവന്മാർക്ക് ഇയാളെ കളി മൊത്തം അറിയാം. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതിന് ശക്തനായ വില്ലൻ വേണം. ഏത് സൂപ്പർ ഹീറോ പടം നോക്കിയോ നായകനെക്കാളും ശക്തനായി ചിലപ്പോൾ വില്ലൻ. ഉദാഹരണം ഡാഡി ഗിരിജ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഡാഡി ഗിരിജേൻ്റെ കൂടെയുള്ള മറ്റേ കഞ്ചാവ് കള്ളക്കടത്തുകാരെ, ഇവരെ കൂടെയുള്ള മറ്റേ കടുവകൾ, വില്ലൻ ശക്തനായിരിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ്റെ സപ്പോർട്ടുള്ള കാലത്തോളം അയാൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ അതിൽ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അയാൾ അഭിനയിക്കുകയൊക്കെ ചെയ്യും.
ഇനിയിപ്പോൾ നിങ്ങളെ പേടിയില്ല എന്ന് കാണിച്ച് നിങ്ങൾക്ക് ഇൻസൾട്ടാണ്, അതുകൊണ്ട് ഞാൻ പേടിച്ചേ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നാണ്? ഒരേ സമയം ഓരോ 7-8 രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധമാണ്. എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ജൂതന്മാരതിൽ ഇഷ്ടംപോലെ പൈസ അല്ലേ, ആയുധ കച്ചവടം, ലോകത്തുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ജൂതന്മാർ ഉണ്ടാക്കുന്നതല്ലേ. അവരൊക്കെ സംഭാവന ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേലും വളരെ റിച്ച് ആയിട്ടുള്ള നേഷനാണ്, പൈസ ഉണ്ട്. പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അവരല്ല, അതുകൊണ്ടല്ലേ. ഇസ്രായേലിനെതിരെ ഇപ്പോൾ കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന് ഇസ്രായേലിനോട് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗ് പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, മുസ്ലിം ലീഗ് ഒറ്റപ്പെട്ടു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സംഘടനയാണ്. അവർക്ക് അങ്ങനെ ഈ തെറ്റായ ധാരണകൾക്ക് പുറത്ത് അവരത് നയിക്കപ്പെടില്ല. പക്ഷേ അവരത്ര ഇപ്പം ഞാനൊക്കെ എടുക്കുന്ന പോലെ നിലപാട് അവരെടുത്ത്, ഞാൻ ഇസ്രായേൽ അനുകൂലിയൊന്നുമല്ല, പക്ഷേ ഞാൻ ഈ ഹമാസിനെതിരാണ്. അങ്ങനെ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരൊറ്റപ്പെട്ടു പോകും, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ടാണ് ലീഗ് ഈ കാര്യത്തിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമി ഈ കാര്യത്തിൽ ആത്മാർത്ഥമുള്ള നിലപാട്. അവർക്ക് ഇസ്രായേലിനെ കണ്ടെടുത്താൽ കണ്ടോളൂ. അവർ അങ്ങനൊന്നും കാര്യങ്ങൾ പോയാൽ പോരാ, ഒരു ഇസ്ലാമിക രീതിയിൽ പോകണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ലീഗ് അങ്ങനെയല്ല, ലീഗ് വളരെ ലിബറൽ സെക്യുലർ ആയിട്ടുള്ള ഒരു മുസ്ലിം പാർട്ടിയാണ്. ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നെതന്യാഹുവിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും സ്വാഭാവികമായി അദ്ദേഹം പരാജയപ്പെടാനുള്ള സാധ്യതയാണോ? ശത്രുക്കളെ അമർച്ച ചെയ്തത് കൊണ്ട് ഒരു നായക പരിവേഷം ലഭിക്കുമോ? 2ാം ലോക മഹായുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിടിച്ചു നിർത്തിയത് ചർച്ചിലിൻ്റെ പ്രസംഗങ്ങളാണ്. ആ ചർച്ചിൽ 2ാം ലോക മഹായുദ്ധം നടന്ന ഇലക്ഷനെ തോറ്റ് തുന്നം പാടി. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ചർച്ചിലാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് അങ്ങനെ ദേശീയതയുടെ ഒരു ഭയങ്കര വൈകാരികമായ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഇലക്ഷനൊക്കെ ജയിക്കാൻ പറ്റും. ഇസ്രായേൽ ഭയങ്കര വിവരമുള്ള ആളുകളാണ്, സാക്ഷരത മാത്രമല്ല, വിവരവും വിജ്ഞാനവും ബുദ്ധിയും യുക്തിയൊക്കെ ഉള്ള ആളുകളാണ്. യുദ്ധവിജയമെന്ന് അവർ അതുകൊണ്ട് മാത്രമൊന്നും അവരെ കണ്ണുപൊടിയാൻ പറ്റും. അതുകൊണ്ടല്ല ഇങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാത്തത്. അല്ല ഹമാസ് നേതാക്കന്മാരെ കൊന്നപ്പോയോ അല്ലെങ്കിൽ പിന്നെ ഖത്തറിൽ ബോംബിട്ടപ്പോൾ യുദ്ധം അവസാനിപ്പിക്കായിരുന്നല്ലോ. ഇസ്രായേലികളെ കൺവിൻസ് ചെയ്യാന്നുള്ള അത്ര എളുപ്പമല്ലേ. അല്ല, അപ്പൊ സാറ് പറഞ്ഞു വരുന്ന അദ്ദേഹം ഒരു തോൽവി പ്രതീക്ഷിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അതങ്ങനെ പേടിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അടിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരാണ് ഇസ്രായേലികൾ. അതുകൊണ്ട് അവരെ പറ്റിക്കാനും പറ്റില്ല, അത് അയാൾക്കും അറിയാം. അതുകൊണ്ടാണ് അയാൾ ഈ യുദ്ധം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അത് യുദ്ധം പണ്ടേ അവസാനിപ്പിക്കാൻ വരുന്നില്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഇത് യുദ്ധം നീണ്ടു വേറെ ചില പ്രശ്നങ്ങൾ വരും. ഈ ഗാസ പിടിച്ചെടുക്കുന്നു, ഗാസയിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നം. ഈജിപ്തിലേക്ക് അവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ വന്ന് ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമ്പോഴേക്ക് ലോകം സീരിയസ് ആവും. അങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെതിരായ ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ നിരക്ക്? ആഫ്രിക്ക, ഈ അറബ് രാജ്യങ്ങളായിരിക്കും. റഷ്യ, അറബ് രാജ്യങ്ങൾ, ഇറാൻ, ചൈനയൊക്കെ നോക്കി കണ്ടേ കളിക്കുള്ളൂ. റഷ്യ പോലും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ഒരു ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ച്. സോ ഇഫ് യു ആർ എ നെതന്യാഹു ഫാൻ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഈസ് സേഫ്. അപ്പോൾ ഈ 600 കിലോമീറ്റർ വിമാനം പറത്തിപ്പോയാലും ഇസ്രായേലിന് ഒരു കുഴപ്പവുമില്ല. അതായത് വെറുതെ അഭിനയിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നീ ശക്തനായ ആളാണ്, ഞാനും ശക്തനായ ആളാണ്. അപ്പം നീ എനിക്ക് എതിരാണ്. ആളുകൾ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയും ഞാൻ നിന്നെ പുല്ല് വിലയും കൂടി തന്നില്ലെങ്കിൽ നിനക്കത് ഇൻസൾട്ടാവും. അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പേടി അഭിനയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.